നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ച് നടത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കർത്താവ് തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിന്ന് യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു പ്രത്യേകമായ രീതിയിൽ യാക്കോബിൻ്റെ ജീവിതത്തെ ഒന്ന് കാണുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. യാക്കോബ് എന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ശക്തനായ ഒരു കഥാപാത്രമാണ് യാക്കോബ്. എന്നാൽ അത്രത്തോളം പ്രാധാന്യം പലപ്പോഴും യാക്കോബിന് ലഭിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മോശയ്ക്കാണ്. യാക്കോബിലാണ് ഇസ്രായേൽ ഗോത്രം 12 ആരംഭിക്കുന്നത്. എങ്കിലും അബ്രഹാമിനും മോശയ്ക്കും ലഭിക്കുന്ന പ്രാധാന്യം യാക്കോബിന് ലഭിക്കുന്നില്ല. ഇത് തന്നെയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനും പോകുന്നത്. യാക്കോബ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഏറെ ശക്തനായ ഒരു വ്യക്തിയായിരുന്നു. യാക്കോബ് പോരാടി ജയിച്ച വ്യക്തിയായിരുന്നു. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളെയും അവനെ നിഷ്ക്രിയനായി കാത്തിരുന്ന് ദൈവികമായ ഒരു വിടുതലിലേക്ക് നീങ്ങിയ വ്യക്തിയല്ല. പിന്നെയോ പോരാടി കഠിനമായ അധ്വാനം ചെയ്ത് ഓരോ ഇഞ്ചും പോരാടി ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തോട് പോലും മല്ലിട്ട് അനുഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങിയ വ്യക്തിയാണ് യാക്കോബ്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ സന്തതി പരമ്പരകൾ ഇസ്രയേൽ എന്ന് പറയുന്ന ജാതിയായിട്ട് മാറിയത്. അപ്പോൾ ഇയ്യോബിനും യാക്കോബിനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇയ്യോബ് കഷ്ടതയിലൂടെ കടന്നുപോയി. വിശ്വാസത്തെ കൈവിടാതെ അവൻ ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ യാക്കോബിന് കഷ്ടതയിലും പ്രയാസത്തിലൂടെ കടന്നുപോയി. യാക്കോബിനെ അനേകർ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തു. അവിടെ അവൻ ഇയ്യോബിനെ പോലെ കാത്തിരിക്കുകയല്ല ചെയ്തത്. അവനോട് പോരാടിക്കൊണ്ടേയിരുന്നു. ദൈവത്തോടും മനുഷ്യനോടും അവൻ പോരാടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൻ വിജയം നേടുക തന്നെ ചെയ്തു. ഇതാണ് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന യാക്കോബ് ശക്തനായ ഒരു വ്യക്തിയാണ്. ഈ യാക്കോബിൻ്റെ ചരിത്രത്തിൽ നിന്നും വലിയ ആത്മീയ മർമ്മങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ എല്ലാ ആത്മീയ മർമ്മങ്ങളും വിശദമായി പറയുവാൻ ഇവിടെ ശ്രമിക്കുന്നില്ല. ഇത് അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം, ഒരു ജീവിത ചരിത്രം മാത്രമേ ഉള്ളൂ. ഒരു വളരെ സംക്ഷിപ്തമായ ഹ്രസ്വമായ ഒരു ജീവിത ചരിത്രം മാത്രമേ ഉള്ളൂ. യാക്കോബിൻ്റെ ജീവിതം നിറയെ നിരാശകളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും ഏകാന്തതയുമായിരുന്നു. അവൻ്റെ ജനനം മുതൽ അവൻ ഒറ്റപ്പെട്ടവനാണ്. അവൻ ഏകാന്തതയിൽ ജീവിച്ചവനാണ്, നിരാശയിൽ ജീവിച്ചവനാണ്, അവൻ വളരെ ഭാരത്തോടെ ജീവിച്ചവനാണ്. അവൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ചില വർഷങ്ങൾ അവൻ്റെ വീട്ടിലായിരുന്നപ്പോൾ അവൻ്റെ അമ്മ അവനെ ഏറെ സ്നേഹിച്ചു. അത്രയും നാളുകൾ മാത്രമേ ഉള്ളൂ അവന് സംസാരിക്കാൻ പോലും ഒരാളിനെ കിട്ടിയത്. ബാക്കിയുള്ള നാളുകളിലെല്ലാം അവൻ്റെ ഭാരം തുറന്നു പറയുവാൻ അവൻ ആരെയും ലഭിച്ചിരുന്നില്ല. അതാണ് അവൻ്റെ വലിയൊരു പ്രത്യേകത എന്നത്. അതാണ് അവൻ്റെ വലിയൊരു വേദന എന്ന് പറയുന്നത്. യാക്കോബ് ഏകനായിട്ട് ജീവിച്ചു, ഏകനായി പൊരുതി, ഏകനായിട്ട് ജയിച്ചു. യാക്കോബിൻ്റെ പോരാട്ടത്തിൽ അവൻ ഏകനായിരുന്നു. അവൻ ഏകനായി ജീവിച്ചു, ഏകനായി പൊരുതി, ഏകനായി ജയിച്ചു. ഒരിക്കലും എന്നാൽ യാക്കോബ് ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയത്തെ അവൻ വിട്ടുകളഞ്ഞില്ല. ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസത്തെ ഈ യാക്കോബ് വിട്ടുകളഞ്ഞില്ല. അപ്പോൾ ഇത്രയും ശക്തനായ യാക്കോബാണെങ്കിലും ഈ യാക്കോബിനെ കുറിച്ച് നമ്മൾ വേണ്ടവണ്ണം നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ അതിന് തക്കവണ്ണം പ്രാധാന്യം കൊടുക്കാറില്ല. യാക്കോബിനെ നമ്മൾ ഉപായി എന്ന് വിളിച്ച് അവനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ യാക്കോബ് ഉപായി ആയിരുന്നോ? അതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സൃഷ്ടി മുതൽ ബാബേൽ ഗോപുരം വരെയുള്ള ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ വേഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്രമാണ്. എന്ന് വെച്ചാൽ സംഭവങ്ങൾ വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. അതുകൊണ്ട് വലിയ വിശദാംശങ്ങൾ പറയാതെ പല സംഭവങ്ങളും വേഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗങ്ങളിൽ നമുക്ക് പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പലതിനും നമുക്ക് ഉത്തരം ലഭിക്കാറും ഇല്ല. കാരണം വളരെ
വളരെ ചുരുക്കമായിട്ടാണ് ഉൽപ്പത്തി 1 മുതൽ മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ബാബേൽ ഗോപുരം വരെയുള്ള ചരിത്രം പറയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ അങ്ങനെയല്ല. പിന്നീട് ചരിത്രത്തിൻ്റെ വിവരണം കുറച്ചുകൂടെ പെതുക്കിയാണ്, കുറച്ചുകൂടെ വിശദമായിട്ടാണ്. അവിടെയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. ആ വേദപുസ്തകത്തെ നമ്മൾ ഏതെങ്കിലും മാനദണ്ഡത്തിൽ രണ്ടായിട്ട് വിഭജിക്കുവാൻ, രണ്ടായിട്ട് തിരിക്കുവാനെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉൽപ്പത്തി 1 മുതൽ 11-ാം അധ്യായം വരെയുള്ളത് ഒരു ഭാഗമായിട്ടും ഉൽപ്പത്തി 12 മുതൽ ശേഷമുള്ള വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ മറ്റൊരു ഭാഗമായിട്ടും വേണം നമ്മൾ തിരിക്കാൻ. അതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഒരു തരംതിരിവ്, ഒരു വിഭജനം എന്ന് പറയുന്നത്. അങ്ങനെ വിഭജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വിഭജിക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. വേദപുസ്തകം മൊത്തം പറയുന്നത് ഒരേ വിഷയത്തെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അവൻ്റെ റെസ്റ്റോറേഷനെ കുറിച്ചാണ് പറയുന്നത്, അവൻ്റെ സ്വർഗീയമായ അവകാശത്തിൻ്റെ റെസ്റ്റോറേഷനെ കുറിച്ചാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം, അതാണ് വേദപുസ്തകത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അത് ഒരു വിഷയമാണ് വേദപുസ്തകത്തിൽ എല്ലായിടത്തും ആ വിഷയം നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 25-ാം അധ്യായത്തിൻ്റെ 50-ൻ്റെയും ഇടയ്ക്ക് ഇസ്ഹാക്കിൻ്റെയും ഏശാവിൻ്റെയും ചരിത്രം പറയാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. എന്നാൽ ഏശാവിൻ്റെ ചരിത്രം അധികം പറയുന്നില്ല, ഇസ്ഹാക്കിൻ്റെ ചരിത്രവും അധികം പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൊതുവെ പറയാൻ കഴിയും ഉൽപ്പത്തി 25 മുതൽ 50 വരെയുള്ള ആ വേദഭാഗങ്ങളിൽ യാക്കോബിൻ്റെ കുറിച്ചുള്ള ചരിത്രം പറയുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെ സുദീർഘമായ ഒരു ചരിത്രമാണ് യാക്കോബിൻ്റെ ചരിത്രം. വളരെ പെതുക്കെയാണ് വേദപുസ്തകം ഇവൻ്റെ ചരിത്രം പറയുന്നത്. യാക്കോബ് ഒരു കരുത്തനായ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ്റെ ജീവിതത്തിൽ തീവ്ര ഭയത്തിൻ്റെയും ശക്തമായ വിശ്വാസത്തിൻ്റെയും നാളുകളുണ്ട്. അവൻ്റെ കുടുംബം തകർന്നു പോയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ശാന്തനായി അവനെല്ലാം നേരെയാക്കി. ഇതെല്ലാം നേരെയാക്കിയത് യാക്കോബ് എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യനാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടും കഠിനാധ്വാനത്തിലൂടെയും മനുഷ്യനോടും ദൈവത്തോടും പോരാടിയും അവൻ സകലതിനെയും ശരിയാക്കിയെടുത്തു. വാഗ്ദത്ത ദേശത്ത് ജനിച്ചുവെങ്കിലും തൻ്റെ ജീവിതത്തിലെ അനേക വർഷങ്ങൾ അവൻ അന്യദേശത്ത് ജീവിച്ചു. അവൻ അന്യദേശത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിക്കായി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത കുടുംബത്തിലാണ് യാക്കോബ് ജനിക്കുന്നത്. യാക്കോബ് തൻ്റെ കുടുംബത്തോടുള്ള ദൈവിക ഉടമ്പടിയെ ബഹുമാനിച്ചു. എങ്കിലും അവൻ്റെ വിശ്വാസം തുടക്കത്തിൽ അപക്വം ആയിരുന്നു. അവനൊരു ഉപായിയും കൗശലക്കാരനുമായിരുന്നു. ദൈവിക പദ്ധതി തൻ്റെ കഴിവുകളാൽ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ഒരു തന്നിഷ്ടക്കാരനായിരുന്നു യാക്കോബ്. അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. എന്നാൽ യാക്കോബിൻ്റെ പേരിൻ്റെ അർത്ഥം ഉപായി എന്നാണ് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. എനിക്കൊന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകരിൽ അധികം പേരും യാക്കോബിനെ കുറിച്ച് വളരെ അവഗണനയോടുകൂടി സംസാരിക്കാറുണ്ട്. അവൻ്റെ പേരിൻ്റെ അർത്ഥം ഉപായി എന്നാണ് പറയാറുണ്ട്. അത് തെറ്റാണ്. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉപായി എന്നല്ല. വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിൽ പോലും യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉപായി ആണ് എന്ന് പറയുന്നില്ല. അവൻ്റെ പേരിൻ്റെ അർത്ഥം മറ്റൊരുവൻ്റെ സ്ഥാനം കവരുന്നവൻ എന്നാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സപ്ലാന്റർ എന്നാണ്. മറ്റൊരുവൻ്റെ സ്ഥാനം കവരുന്നവൻ എന്നാണ് യാക്കോബ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അവൻ ആ പേര് കിട്ടിയത് എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരുവൻ്റെ പിന്നാലെ വരുന്നവൻ എന്ന അർത്ഥവും യാക്കോബ് എന്ന് പറയുന്ന വാക്കിന് ഉണ്ട്. മറ്റൊരുവൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ട് പിന്നാലെ വരുന്നവനെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് പറയാം. അതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ അർത്ഥം അതില്ലെങ്കിലും നമുക്ക് അതിനെങ്ങനെ വ്യാഖ്യാനിച്ച് പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ വൺ ഹൂ ഫോളോസ് ഓൺ അനദേഴ്സ് ഹീൽ എന്നാണ് പറയുന്നത്. കുതികാൽ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ പുറകുവശം ഉപ്പൂറ്റി എന്ന് വിളിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് വളരെ അപകടകരമായ ഒരു സ്ഥലവും ഒരു ക്രമീകരണവും ഒന്നും അല്ല പറയുന്നത്. എങ്കിലും മലയാളത്തിൽ കുതികാൽ എന്ന് വിളിക്കുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടൊരു പദമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മളിന്ന് ചിന്തിച്ചാൽ അർത്ഥം എന്ന് പറയുന്നത് യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം മറ്റൊരുവൻ്റെ സ്ഥാനം കവരുന്നവൻ, സപ്ലാന്റർ എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ പാദത്തെ പിന്തുടർന്ന് വരുന്നവൻ, മറ്റൊരുവൻ്റെ പിന്നാലെ വരുന്നവൻ എന്നാണ് പറയുന്നത്. അവൻ ജനിച്ചത് അവൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ്. അത് ഹീൽ
ഹീലിൽ പിടിച്ചുകൊണ്ടാണ്, പാദത്തിൻ്റെ പുറകുവശത്ത് ഹീലിൽ പിടിച്ചുകൊണ്ടാണ് അവനെ ജനിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് അവന് യാക്കോബ് എന്ന് പേരിട്ടത്. അപ്പോൾ ഓർക്കണം, വേദപുസ്തകത്തിൽ ഒരാൾക്ക് പേരിടുമ്പോൾ അവിടെ പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകത്തിലാണ് ആ പേരിൻ്റെ അർത്ഥം പറയുന്നത്. അവിടെയാണ് നമ്മൾ ആ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഉൽപ്പത്തി 25:26 പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അപ്പോൾ അവന് യാക്കോബ് എന്ന് പേര് വരാൻ കാരണമെന്ന് പറയുന്നത് അവനവൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു എന്നതാണ്. അപ്പോൾ യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉബായി എന്നല്ല, അങ്ങനെ ഒരർത്ഥമേ ഇല്ല, ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. ഉൽപ്പത്തി പുസ്തകം 25:26, 32:27 ഈ യാക്കോബ് എന്നതിന് യാഹ് അക്ഓബ് എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ മുമ്പ് മുകളിൽ പറഞ്ഞ മറ്റൊരുവൻ്റെ സ്ഥാനം കവരുന്നവൻ, മറ്റൊരുവൻ്റെ പാദത്തെ പിന്തുടർന്ന് വരുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥമാണുള്ളത്. ഉൽപ്പത്തി 27:12 ആണ് ഉബായി എന്ന് പറയുന്ന വാക്ക് വരുന്ന ഒരു വാക്യമുള്ളത്. ആ വാക്യം ഒന്ന് വായിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉബായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് യാക്കോബ് പറയുന്നുണ്ട്. ഇവിടെ ഉബായി എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് യാക്കോബ് എന്നുള്ള വാക്കല്ല. ഉബായി എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ട എന്ന് പറയുന്ന വാക്കാണ്. ഈ ട എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വഞ്ചിക്കുക എന്നാണ്. ഞാൻ ഈ പറയുന്ന ഉച്ചാരണം ചിലപ്പോൾ അല്പം വ്യത്യാസം വന്നേക്കാം എബ്രായ ഭാഷയിൽ. അപ്പോൾ ഈ ട എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, ഉബായി എന്ന് ഇവിടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്കിൻ്റെ മൂലഭാഷയുടെ അർത്ഥം എന്ന് പറയുന്നത് ഡിസീവർ, വഞ്ചിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ഹാക്ക് വൃദ്ധനായി കണ്ണു കാണുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാഴ്ച മങ്ങിയപ്പോൾ അവൻ്റെ മൂത്ത മകനായ ഏശാവിനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു. എല്ലാ അനുഗ്രഹവും ഏശാവിന് കൊടുക്കുവാൻ അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ ഏശാവിനോട് പറഞ്ഞു, ഏശാവ് വേട്ടക്കാരനായിരുന്നു, നീ പോയി വേട്ട ആടി ഒരു മൃഗത്തെ പിടിച്ചുകൊണ്ട് അതിനെ പാചകം ചെയ്ത് എനിക്ക് കൊണ്ടുവരണം, ഞാനത് ഭക്ഷിച്ചിട്ട് ഞാൻ നിന്നെ തൃപ്തനായി സന്തോഷവാനായി ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അവിടെ ഇസ്ഹാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിച്ചത് എല്ലാ അനുഗ്രഹവും ഏശാവിന് കൊടുക്കുവാനാണ് ശ്രമിച്ചത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അങ്ങനെ ഏശാവിനോട് ഇവൻ പറയുന്നത് റിബേക്ക, യാക്കോബിൻ്റെ അമ്മ അല്ലെങ്കിൽ ഇസ്ഹാക്കിൻ്റെ ഭാര്യ റിബേക്ക കേട്ടപ്പോൾ ആ വിവരം യാക്കോബിനോട് പറയും. റിബേക്ക തന്നെ ആട്ടുകൊറ്റന്മാരെ പാചകം ചെയ്ത് യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഇസ്ഹാക്ക് കൊണ്ട് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ ഈ പാചകം ചെയ്ത ആ ആടിൻ്റെ മാംസവുമായിട്ട് ഇസ്ഹാക്കിൻ്റെ അടുത്ത് എൻ്റെ പിതാവിൻ്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉബായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും. അവൻ തപ്പി നോക്കുമെന്ന് പറയാൻ കാര്യം ഇസ്ഹാക്കിന് കണ്ണിന് കാഴ്ച കുറവായിരുന്നു. തപ്പി നോക്കാനുള്ള കാരണം ഏശാവിൻ്റെ ശരീരത്തിൽ രോമമുണ്ടായിരുന്നു. അപ്പോൾ രോമമുള്ള ഏശാവും ശരീരത്തിൽ രോമം ഉണ്ടായിരുന്നില്ല യാക്കോബിന്. അവർ തമ്മിൽ തിരിച്ചറിയുവാൻ തപ്പി നോക്കിയാൽ അറിയാമായിരുന്നു. അപ്പോൾ എന്നെ തപ്പി നോക്കിയാൽ ഉടൻ തന്നെ എൻ്റെ ശരീരത്തിൽ രോമമില്ല, ഞാൻ ഏശാവല്ലെന്ന് മനസ്സിലാകും. അപ്പോൾ ഞാൻ കളിപ്പിക്കാൻ ചെന്നാണ്, വഞ്ചിക്കാൻ ചെന്നാണ്, ചതിക്കാൻ ചെന്നാണ് എന്ന് എൻ്റെ പിതാവ് മനസ്സിലാക്കുകയും എന്നെ ശപിക്കുകയും ചെയ്യും. ഇവിടെയാണ് ഉബായി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് യാക്കോബ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഉൽപ്പത്തി 32:27 അവനോട് രാത്രി മുഴുവൻ ഒരു ദൂതൻ മല്ല് പിടിച്ചായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അവിടെ ആ ദൂതൻ ഉബായി എന്നുള്ള പേര് യാക്കോബിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. വേദഭാഗം ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഉൽപ്പത്തി 32:27-28 വാക്യങ്ങൾ. നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേരിന് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. എനിക്ക് ദൂതൻ പറഞ്ഞെന്താണ്? നിൻ്റെ പേരെന്താണ്? യാക്കോബ് എന്ന് പറഞ്ഞു. അവിടെ ദൂതൻ ഒരിക്കലും നീ ഉബായിയാണെന്ന് പറഞ്ഞില്ല. അതിന് പകരം ദൂതൻ പറഞ്ഞത് നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട്. അതാണ് യാക്കോബിൻ്റെ പ്രത്യേകത. അതാണ് യാക്കോബ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമായിട്ട് ദൂതൻ പറയുന്നത്. ഉബായി എന്നുള്ള ഒരർത്ഥം ആരും വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നില്ല. നമ്മളെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം തെറ്റാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അവൻ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ഉപായം പ്രയോഗിച്ചിട്ടുണ്ട്. ഉപായത്താൽ അവൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉപായത്താൽ അവന് പല കാര്യങ്ങൾ നേടുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഉപായം ഉപയോഗിച്ചു. ഒരു പ്രാവശ്യം ഉപായം ഉപയോഗിച്ച് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശത്തെ തട്ടിയെടുത്തു.
രണ്ടാമത്തെ പ്രാവശ്യം അവൻ്റെ അമ്മയായ റബേക്കയുടെ ഉപദേശപ്രകാരം ആണെങ്കിലും അവൻ്റെ അപ്പൻ്റെ അടുക്കൽ ഉപായം ഉപയോഗിച്ചു. അപ്പൻ്റെ കയ്യിൽ നിന്നും സകല അനുഗ്രഹങ്ങളും തട്ടിയെടുത്തു. ഈ 2 പ്രാവശ്യം അവൻ ഉപായം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കലും യാക്കോബ് ഉപായം ഉപയോഗിച്ചിട്ടില്ല. യാക്കോബ് കഠിനാധ്വാനം ചെയ്താണ് അവൻ സമ്പന്നനായത്. അവൻ ദൈവത്തോട് മല്ലു പിടിച്ചാണ് അവൻ അനുഗ്രഹം പ്രാപിച്ചത്. ഈ 2 പ്രാവശ്യമല്ലാതെ ഒരിക്കലും അവൻ ഉപായം ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവൻ ഉപായം ഉപയോഗിക്കാതായതോടെ അവൻ മനസ്സിലാക്കണം. അവൻ തൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അവൻ ഇസ്ഹാക്കിൻ്റെ കയ്യിൽ നിന്നും അവൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം ലഭിച്ചുവെന്നുണ്ടെങ്കിലും ഏശാവ് അവനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയതുകൊണ്ട് അവൻ്റെ ഭവനത്തിൽ നിന്നും ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ആ ഓടിപ്പോകുന്ന വഴിക്ക്, ലാബാൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന വഴിക്ക് ലൂസ് എന്ന് പേരുള്ള ഒരു സ്ഥലത്ത് അവൻ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവൻ ദൈവത്തെ കണ്ടുമുട്ടി. ദൈവം അവനോട് ചില അരുളപ്പാടുകൾ അറിയിച്ചു. ഒരു ഉടമ്പടി വ്യവസ്ഥ, ഒരു ഉടമ്പടി ദൈവവും അവനും തമ്മിൽ ഉണ്ടായി. ഈ ഉടമ്പടി ദൈവവും അവനും തമ്മിൽ ഉണ്ടായതിനു ശേഷം ഒരിക്കലും യാക്കോബ് ഉപായത്തിലൂടെ ഒന്നും സമ്പാദിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. കഠിനമായിട്ട് അവൻ അധ്വാനിച്ചു. അവൻ്റെ വിശ്വാസത്തെ അവർ ഉപയോഗിച്ചു. ദൈവത്തിലുള്ള ആശ്രയത്തെ ഉപയോഗിച്ചു. അവൻ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ച് അനുഗ്രഹം പ്രാപിച്ചു. യാക്കോബ് വളർന്നു വന്നത് ക്രമീകരണമില്ലാത്തൊരു കുടുംബ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവനൊരു ഉപായിയും കൗശലക്കാരനും ആയിട്ട് മാറി. മറ്റുള്ളവരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം അവന് അങ്ങനെ ഉണ്ടായി. അങ്ങനെ അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ തൻ്റെ ജീവിതത്തെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുവാൻ അവൻ ശ്രമിച്ചു. അവൻ്റെ ഈ സ്വഭാവത്തെ ദൈവം തകർക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം. യാക്കോബ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെയും പിതാവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവൻ ആത്മീയമായ അനുഗ്രഹത്തിനായി ദാഹമുള്ളവനായിരുന്നു. അവൻ്റെ ജനനം മുതൽ തന്നെ അവൻ ആത്മീയ അനുഗ്രഹത്തിനായി ദാഹമുള്ളവനായിരുന്നു. അവൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു ദാഹമുള്ളവനായിരുന്നു. അതിൻ്റെ നിവൃത്തിയെക്കുറിച്ച് ഒരു ദാഹം ഉള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ചില ആത്മീയമായ മർമ്മങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ്റെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യാക്കോബിൻ്റെ കുടുംബ പശ്ചാത്തലം ആരംഭിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ജനത്തിൻ്റെ ആരംഭം ഗോത്രപിതാവായ അബ്രഹാമിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അബ്രഹാമിന് ശേഷം വാഗ്ദത്ത ഭൂമിയായ കനാനിൽ ഇസ്ഹാക്ക് ജനിച്ചു. യാക്കോബും അവിടെ തന്നെ ജീവിച്ചു. ഇസ്ഹാക്കിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്കയ്ക്കുമായി 2 മക്കൾ ജനിച്ചു. ഒന്ന് ഏശാവ്, ഒന്ന് യാക്കോബ്. യഹോവയായ ദൈവത്തോടുള്ള അവരുടെ വല്യപ്പച്ചനായ അബ്രഹാമിൻ്റെ വിശ്വസ്തതയും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയും ഈ മാതാപിതാക്കൾ 2 മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഏശാവിനെയും യാക്കോബിനെയും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ കുട്ടികൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഏശാവ് അവൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്തു. യാക്കോബ് സൗമ്യനായി തൻ്റെ ഭവനത്തിൽ തന്നെ ഇരുന്നു. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉപേക്ഷിക്കാതെ, അല്ലെങ്കിൽ അവൻ്റെ വല്യപ്പച്ചനായിരിക്കുന്ന അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയെ ബഹുമാനിച്ചുകൊണ്ട് അവൻ ഭവനത്തിൽ സൗമ്യതയോടുകൂടിയിരുന്നു. ഏശാവ് അവൻ്റേതായ വഴിക്ക് പോയി, അവൻ്റേതായ രീതിയിൽ ജീവിക്കുവാൻ പോയി. അവൻ ദൈവവുമായി അവൻ്റെ വല്യപ്പനായ അബ്രഹാം ഉണ്ടാക്കിയ ഉടമ്പടിയെ അവൻ കാര്യമായി എടുത്തില്ല, ഗൗരവമായി എടുത്തില്ല. നമുക്ക് ഈ 4 കുടുംബാംഗങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കാം. യാക്കോബിൻ്റെ കുടുംബത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. 4 കുടുംബാംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ ഓരോരുത്തരെ കുറിച്ച് ഒരു അല്പമായിട്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒന്ന് ഇസഹാക്കാണ്. ഇസഹാക്കിനെ കുറിച്ച് അധിക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് പോലെയോ യാക്കോബിനെ കുറിച്ച് പറയുന്ന പോലെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇസഹാക്കിന് അബ്രഹാമിൻ്റെ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം നഷ്ടപ്പെടാതെ ഇസഹാക്ക് സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇസഹാക്ക് ഒരു ബലഹീനനായ മനുഷ്യനായിരുന്നു. അവൻ്റെ കുടുംബകാര്യങ്ങളെ ശരിയായി നിയന്ത്രിക്കുവാനും കൈകാര്യം ചെയ്യുവാനും അറിയാവുന്ന മനുഷ്യനായിരുന്നില്ല. അവൻ ബലഹീനനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു ഗോത്രപിതാവ് എന്ന രീതിയിൽ തൻ്റെ കുടുംബത്തെ ശരിയായി പരിപാലിക്കുവാൻ ഇസ്ഹാക്കിന് കഴിഞ്ഞില്ല എന്ന് വേണം നമ്മളവൻ്റെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ. ആ കാലത്തെ ഒരു വധുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു യുവാവ് തന്നെത്താനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവനാണ് ഒരു വധുവിനെ അന്വേഷിക്കുകയും വധുവിനെ കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഇസ്ഹാക്ക് ഒരിക്കലും ഒരു വധുവിനെ കണ്ടെത്തുവാൻ ശ്രമിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ, കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇസ്ഹാക്ക് സ്വയമായി ഒരു വധുവിനെ കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നൊരു നല്ല കാര്യമാണ് എന്ന് നമ്മൾ പറയുമായിരിക്കാം. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു യുവാവായിരിക്കുന്നവർ അവരുടെ വധുവിനെ കണ്ടെത്തുവാൻ ശ്രമിക്കണം. പക്ഷേ ഇസ്ഹാക്ക് അത് ചെയ്തില്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ദാസനായിരിക്കുന്ന എലീസറാണ്
ഇസ്ഹാക്കിന് വേണ്ടി ഒരു വധുവിനെ കണ്ടെത്തുന്നത്. സാധാരണ കിണറുകൾക്കോ കുളങ്ങൾക്കോ ഒക്കെ അരികെ വെച്ചാണ് ഈ യുവാക്കൾ അവർ വധുവിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതൊന്നും ഈ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിച്ചില്ല. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ എലിയാസർ റബേക്കയെ കണ്ടെത്തുന്നത് ഒരു കിണറിൻ്റെ അരികിൽ വെച്ച് ആണ്. ഈ ഇസ്ഹാക്കിൻ്റെ ഭാര്യ ആയിരുന്നു റബേക്ക. റബേക്ക യാക്കോബിൻ്റെ അമ്മയായിരുന്നു. യാക്കോബിൻ്റെ കുടുംബത്തിലെ രണ്ടാമത്തെ അംഗമാണ്. റബേക്ക തന്ത്രപൂർവ്വം മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ തൻ്റെ 2 മക്കളിൽ ഇളയവനായ യാക്കോബിനെ ഏറെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, യാക്കോബിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. ഇസ്ഹാക്കിൻ്റെ അനുഗ്രഹത്തെ പോലും നിയന്ത്രിച്ചത് ഈ റബേക്കയാണ്. തന്ത്രപൂർവ്വമാണെങ്കിലും അവരെ നിയന്ത്രിച്ചു. അവർ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് വേണം നമ്മളെ മനസ്സിലാക്കുവാൻ. യാക്കോബിൻ്റെ ജീവിതത്തെയും അവരാണ് പല വിധത്തിലും നിയന്ത്രിച്ചിരുന്നത്. പിതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ യാക്കോബിനെ റബേക്ക സഹായിച്ചു. ഏശാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ യാക്കോബിനെ റബേക്ക സഹായിച്ചു. തൻ്റെ സഹോദരൻ ലാബാവിൻ്റെ മകളെ ഭാര്യയായി ലഭിക്കുവാനും അവളെ പിന്നിൽ പ്രവർത്തിച്ചു. കുടുംബത്തിലെ മൂന്നാമത്തെ അംഗമാണ് ഏശാവ്. ഏശാവിന് നായാട്ട് ഏറെ ഇഷ്ടമായിരുന്നു. അവൻ ശരീരം നിറയെ രോമം ഉള്ളവനായിരുന്നു. വേട്ടമൃഗത്തിൻ്റെ മാംസം അവൻ ഇസ്ഹാക്കിന് പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇസ്ഹാക്കിന് അവനോട് ഏറെ ഇഷ്ടമായിരുന്നത്. ഇതും ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലെ ഒരു ബലഹീനതയാണ്. അവൻ അത്രമാത്രം ബലവാൻ മാത്രമേ ആയിരുന്നുള്ളൂ. എന്നാൽ ഏശാവ് ഉത്തരവാദിത്വമില്ലാത്തവനായിരുന്നു. അവൻ പിതാക്കന്മാരുടെ ആത്മീയ ജീവിതത്തെ അവൻ ബഹുമാനിച്ചില്ല. ഏശാവാണ് കുടുംബത്തിലെ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ പിന്തുടർച്ചാവകാശമുള്ളത് ഏശാവിനാണ്. ഏശാവാണ് കുടുംബത്തിലെ ആദ്യജാതൻ എന്നുള്ളത് കൊണ്ട് അവൻ്റെ വല്യപ്പച്ചനായ അബ്രഹാമിനും അവൻ്റെ അപ്പനായ ഇസ്ഹാക്കിനും ദൈവത്തിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തം അത് അവകാശമായി ലഭിക്കേണ്ടത് അവനാണ്. അവനാണ് അതിനെ പരിപാലിക്കേണ്ടത്, അവനാണ് അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത്, അവനാണ് അതിൻ്റെ നിവൃത്തിക്കായിട്ട് ശ്രമിക്കേണ്ടത്, ജീവിക്കേണ്ടത്. എന്നാൽ ഏശാവ് അതിനെ ഗൗരവമായി എടുത്തില്ല. ഏശാവ് അതിനെ തള്ളിക്കളഞ്ഞു. ഇത് മാത്രമല്ല, അവനവൻ്റെ ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞു. അന്യദേവന്മാരെ ആരാധിക്കുന്ന 2 സ്ത്രീകളെ അവൻ വിവാഹം കഴിച്ചു. ആ 2 സ്ത്രീകളും ഹിത്യർ എന്ന് പറയുന്ന വംശത്തിൽപ്പെടുന്ന 2 സ്ത്രീകളാണ് അവൻ വിവാഹം കഴിച്ചത്. ഈ 2 സ്ത്രീകളും യഹോവയ ദൈവം തിരഞ്ഞെടുത്ത വംശത്തിലെയോ യഹോവയ ദൈവത്തിൻ്റെ പദ്ധതിയിലെയോ വംശാവലിയിലെയോ പെട്ടവർ ആയിരുന്നില്ല. അതായത് യാക്കോബ് ജനിച്ചതും വളർന്നതും വ്യത്യസ്തതകളുള്ളതായ ഒരു കുടുംബത്തിലായിരുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്തമായ ജീവിത രീതികളും താല്പര്യങ്ങളും ഉള്ളവർ ആയിരുന്നു. അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകൾക്കും പരസ്പരം വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത്, അവൻ്റെ കുടുംബത്തിൽ നമ്മൾ കാണുന്നത് അശക്തനായ ഒരു പിതാവ്, എല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ ആക്കുന്ന ഒരു മാതാവ്, ലോക ചിന്തകൾ മാത്രമുള്ള പ്രാകൃതനായ ഒരു മൂത്ത സഹോദരൻ. ഇതായിരുന്നു അവൻ ജനിച്ച കുടുംബം. എന്നാൽ യാക്കോബ് തൻ്റെ വല്യപ്പച്ചനായ അബ്രഹാമിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൽ തന്നെ തുടർന്നു. ആ ആത്മീയ പാരമ്പര്യത്തിൽ വിള്ളലുണ്ടാക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ ആ ആത്മീയ പാരമ്പര്യത്തിൻ്റെ അവകാശം അവന് ഏറ്റെടുത്തു. അതിൻ്റെ പിന്തുടർച്ച അവൻ ഏറ്റെടുത്തു. അവൻ കാരണം അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഉടമ്പടി നഷ്ടപ്പെട്ടു പോയതേ ഇല്ല. അതുകൊണ്ട് ദൈവം അവനെ ഏറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവനെ ഏറെ ഉപയോഗിച്ചു. യാക്കോബ് ശാന്തശീലനും ചിന്തിക്കുന്നവനുമായിരുന്നു. അവൻ പിതാവിൻ്റെ ആടുകളെയും പരിപാലിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഇതാണ് അവർ ഒരു കുടുംബ പശ്ചാത്തലം. ഇനി നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് വരാം. യാക്കോബിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഒരു പോരാട്ടത്തോടു കൂടിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ എപ്പോഴും ആയിരിക്കുവാൻ ഒരു പോരാട്ടം അവൻ്റെ ജനനം മുതൽ തന്നെ അവൻ്റെ ജീവിതകാലം മുഴുവനും നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ അമ്മ 2 ഇരട്ടക്കുട്ടികൾക്കാണ് ജന്മം നൽകിയത്. അവളുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ യഹോവയോട് ആലോചന ചോദിച്ചു. ഉൽപ്പത്തി 25:23 യഹോവ അവളോട് 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളിച്ചെയ്തു. സഹോദരന്മാർ തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ നിന്നും ആരംഭിച്ച പോരാട്ടം ജീവിതകാലം മുഴുവൻ തുടർന്നു. ആദ്യം ഏശാവ് ജനിച്ചു. അങ്ങനെ ഏശാവ് ആദ്യജാതൻ ആയതിനാൽ അവൻ ജ്യേഷ്ഠാവകാശത്തിനും അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്കും ജന്മം കൊണ്ട് അർഹനാണ്. പക്ഷെ അവൻ അതിൻ്റെ പിന്തുടർച്ചയെ
അവകാശമായി സ്വീകരിച്ചില്ല, അലക്ഷ്യമാക്കി കളഞ്ഞു. ഇതിനെക്കുറിച്ച് ദൈവം റബേക്കയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 25:23, യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളിച്ചതു. റോമർക്കെഴുതിയ ലേഖനം 9:13 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഏശാവിൻ്റെ സന്തതി പരമ്പരകൾ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആകും എന്ന് ദൈവം അറിഞ്ഞു. എന്നാൽ യാക്കോബ് വിശ്വസ്തയോടുകൂടി നിൽക്കുമെന്നും ദൈവത്തിനെ അറിയാമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ദൈവിക തെരഞ്ഞെടുപ്പിനാൽ അവൻ യാക്കോബിനെ യേശുവിൻ്റെ വംശാവലിയിൽ മുൻ നിയമിച്ചു. യാക്കോബ് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഇനിയും ചിന്തിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 25-28 വാക്യത്തിലാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഏശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഏശാവ് ഒരു വേട്ടക്കാരനായിരുന്നു. ഇനി നമുക്ക് യാക്കോബ് ഏശാവിൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ആ സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏശാവ് ഒരു വേട്ടക്കാരനായിരുന്നു, നമുക്കറിയാമല്ലോ. ഇസഹാക്ക് എന്തെല്ലാം ആയിരുന്നില്ല, അതെല്ലാം ഏശാവ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇസഹാക്കിന് അവനോട് കൂടുതലായിട്ട് സ്നേഹം ഉണ്ടായിരുന്നതും. മാനസികമായി ഇസഹാക്ക് ശക്തിഹീനനായിരുന്നു, എന്നാൽ ഏശാവ് മാനസികമായി ശക്തനായിരുന്നു, അവൻ വേട്ടക്കാരനായിരുന്നു. അപ്പോൾ അക്കാലത്ത് മധ്യപൂർവ്വ ദേശങ്ങളിൽ ജ്യേഷ്ഠാവകാശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു പിതാവിൻ്റെ ആദ്യപുത്രന് അവൻ്റെ അവകാശത്തിൽ ഇരട്ടിപ്പങ്ക് ലഭിക്കുമായിരുന്നു. അത് മറ്റു പുത്രന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിപ്പങ്ക് ആദ്യപുത്രന് ലഭിക്കുമായിരുന്നു. അത് യാക്കോബിന് ഇസ്ഹാക്കിന് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കാൾ, നന്മയേക്കാൾ, അല്ലെങ്കിൽ വസ്തുക്കളെക്കാൾ, സ്വത്തിനേക്കാൾ അതിൻ്റെ ഇരട്ടിപ്പങ്ക് ഏശാവിന് ലഭിക്കുമായിരുന്നു. അതാണ് ജ്യേഷ്ഠാവകാശം. ജ്യേഷ്ഠാവകാശം ഭൗതികം മാത്രമായിരുന്നില്ല, ആത്മീയ വിഷയത്തിലും ഒരു അവകാശം ലഭിച്ചിരുന്നത് ജ്യേഷ്ഠനാണ്, ജ്യേഷ്ഠാവകാശം ഉള്ളതിനാണ്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് യോസഫിന് ജ്യേഷ്ഠാവകാശം നൽകിയത്. ജോസഫിന് ഇരട്ടിപ്പങ്ക് കൊടുത്തു. ജോസഫിന് 2 മക്കൾക്കായിട്ട് 2 ഗോത്രങ്ങളെ യാക്കോബ് കൊടുത്തു. യോസഫിനെയാണ് ഈ യാക്കോബ് പിന്നീട് ജ്യേഷ്ഠാവകാശം നൽകുന്നത്. ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളുടെ ഇരട്ടിപ്പങ്ക് മാത്രമല്ല, ആത്മീയമായ അനുഗ്രഹങ്ങളുടെ ഇരട്ടിപ്പങ്കാണ്. ഇതിൽ ലഭിക്കേണ്ടത് ഏശാവിനാണ്. അതുകൊണ്ട് ജ്യേഷ്ഠാവകാശം ആ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ ഗൗരവമായി കണ്ടില്ല, ദൈവിക ഉടമ്പടിയെ ഗൗരവമായിട്ട് കണ്ടില്ല. ഒരിക്കൽ വേട്ട കഴിഞ്ഞിട്ട് ഏശാവ് വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ യാക്കോബ് രുചികരമായ ഒരു പായസം ഉണ്ടാക്കിയായിരുന്നു. നല്ല മണമൊക്കെ ഉള്ള രുചികരമായൊരു പായസമാണ്. ഇസഹാക്ക് ഏശാവ് വിശന്നാണ് വരുന്നത്, വേട്ട കഴിഞ്ഞിട്ടാണ് വരുന്നത്, വിശന്നാണ് വരുന്നത്. അതുകൊണ്ട് അവനിവിടെ വന്നപ്പോൾ വല്ലാതെ വിശന്നു. പായസത്തിൻ്റെ മണവും രുചിയുമൊക്കെ അവനെ വല്ലാതെ ആകർഷിച്ച് കാണും. അതുകൊണ്ട് അവനെ കുറച്ച് പായസം ചോദിച്ചു. യാക്കോബ് അത് കൊടുക്കുവാൻ തയ്യാറായി. എന്നാൽ യാക്കോബ് ഒരു നിബന്ധന വെച്ചു, നിൻ്റെ ജ്യേഷ്ഠാവകാശത്തെ എനിക്ക് വിൽക്കണം, നിൻ്റെ ജ്യേഷ്ഠാവകാശത്തെ എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പായസം നിനക്ക് തരാം. അങ്ങനെ പായസം അവൻ വാങ്ങിച്ചു. 1 കപ്പ് പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അവൻ യാക്കോബിന് വിറ്റു. അപ്പോൾ യാക്കോബ് ഇങ്ങനെ ജ്യേഷ്ഠാവകാശം പിടിച്ചു വാങ്ങുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ദൈവം അവന് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ലഭിക്കും. അതുവരെ കാത്തിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യാക്കോബ് എന്തായാലും അങ്ങനെ കാത്തിരുന്ന് വാങ്ങിക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നില്ല, അവൻ മല്ല് പിടിച്ച് വാങ്ങിക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അവൻ അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവൻ ഇവിടെ കൗശലപൂർവ്വം ഒരു മല്ലുപിടുത്തം നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ഉപായം അവൻ പ്രയോഗിച്ച ഒരു സന്ദർഭമാണിത്. 2 സന്ദർഭത്തിലെ യാക്കോബ് ഉപായം പ്രയോഗിച്ചിട്ടുള്ളൂ. ഒരു സന്ദർഭമാണിത്. ഉപായത്തിൽ യാക്കോബ് പായസം കൊടുക്കുകയും ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശത്തെ വിലക്ക് വാങ്ങുകയും ചെയ്തു. ഇത് ശരിയായ നടപടിയല്ല യാക്കോബ് ചെയ്തത്. എന്നാൽ യാക്കോബിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒന്നും പരാമർശിക്കുന്നില്ല. വേദപുസ്തകത്തിൽ ഒരു അനിഷ്ടവും യാക്കോബിനെ കുറിച്ച് പറയുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതേ സമയത്ത് തന്നെ ഏശാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പരാമർശമുണ്ട്. അതിങ്ങനെയാണ് ഉൽപ്പത്തി 25:34, ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ യാക്കോബ് ജ്യേഷ്ഠാവകാശത്തെ കവർന്നതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒന്നും പറയുന്നില്ല. എന്നാൽ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. ജ്യേഷ്ഠാവകാശത്തെ ഗൗരവമായി എടുക്കാത്തവൻ
അതിന് അർഹനും അല്ല. ഇവിടെ യാക്കോബ് നമ്മൾ പറഞ്ഞതുപോലെ സ്വന്തം കഴിവിലും സാമർത്ഥ്യത്തിലും ആശ്രയിക്കുമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരുന്നില്ല. ഇത് യാക്കോബിൻ്റെ ഒരു ന്യൂനത തന്നെയാണ്. ഇതിനെല്ലാം ദൈവം പിന്നീട് ഉടച്ചു വാർക്കുന്നുണ്ട്. അവൻ്റെ അനുഭവം അതാണ് പറയുന്നത്. ഇങ്ങനെ അവൻ ജ്യേഷ്ഠാവകാശത്തെ മാത്രമല്ല, നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ തന്നെ ഇസ്ഹാക്കിൽ നിന്നും അനുഗ്രഹത്തെയും അവനെ തട്ടിയെടുത്തു. ഇവിടെയും അവൻ ഉപയോഗിച്ചത് ഉപായമാണ്. ഉപായത്തെ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സന്ദർഭം ആണിത്. ഇസ്ഹാക്കിൻ്റെ കയ്യിലും ചില പോരായ്മകളുണ്ട്. ഇസ്ഹാക്കിൻ്റെ കണ്ണ് കാണാതെ വന്നു വൃദ്ധനായപ്പോൾ ഇസ്ഹാക്ക് വിചാരിച്ചു അവൻ ഉടൻ തന്നെ മരിക്കാൻ പോവുകയാണെന്ന്. എന്നാൽ ഉടൻ തന്നെ അവൻ മരിച്ചില്ല. എങ്കിലും ഇസ്ഹാക്ക് ഉടൻ തന്നെ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് വളരെ രഹസ്യത്തിൽ എല്ലാ അനുഗ്രഹവും, ഒരു പിതാവിൻ്റെ സകല അനുഗ്രഹവും യേശാവിന് കൊടുക്കാം എന്ന് ഇസ്ഹാക്ക് തീരുമാനിക്കുകയാണ്. എന്നാൽ യേശാവ് ആരാണെന്ന് ഇസ്ഹാക്കിന് അറിയാം. യേശാവ് ദൈവികമായിട്ടുള്ള ഉടമ്പടിയെ മാനിക്കാത്തവനാണ്. കുടുംബത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തെ മാനിക്കാത്തവരാണ്. ജാതിയിൽ നിന്നും 2 ഭാര്യമാരെ എടുത്തവനാണ് യേശാവ്. അബ്രഹാമും ഇസ്ഹാക്കും തമ്മിൽ, ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന ഉടമ്പടിയെ നിസ്സാരമായി തള്ളിക്കളഞ്ഞവനാണ്. എന്ന് മാത്രമല്ല, തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ പോലും തൻ്റെ സഹോദരന് വിറ്റവനാണ് യേശാവ്. ഈ യേശാവിന് മുഴുവൻ അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ ഇസ്ഹാക്ക് തീരുമാനിച്ചത് ദൈവ പദ്ധതി പ്രകാരമായിരുന്നില്ല. ശരിയായിട്ടുള്ള ഒരു നടപടിയും ഒരു പ്രവർത്തനവും ആയിരുന്നില്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞത് ദൈവം നിവർത്തിക്കട്ടെ എന്നൊരു ഭാവമായിരുന്നു ഇസ്ഹാക്കിനുള്ളത്. ഇസ്ഹാക്കിൻ്റെ വഴിക്ക് പോകും. ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളത് ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതവൻ നിവർത്തിക്കട്ടെ എന്നായിരുന്നു ഇസ്ഹാക്കിൻ്റെ താല്പര്യം. എന്നാൽ ഇസ്ഹാക്ക് യേശാവിനെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ റെബെക്ക യാക്കോബിനെ പറഞ്ഞു വിട്ടു. ഞാൻ മുമ്പ് ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. അങ്ങനെ ഇസ്ഹാക്ക് എല്ലാ അനുഗ്രഹവും യാക്കോബിന് കൊടുത്തു. നിങ്ങൾ ഓർത്ത് നോക്കുകയും, യാക്കോബ് അവിടെ ചെല്ലാതിരുന്നുണ്ടെങ്കിൽ ഇസ്ഹാക്കാണ് അവിടെ യേശാവ് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ, യാക്കോബ് അവിടെ ചെല്ലാതിരുന്നുണ്ടെങ്കിൽ യേശാവാണ് അവിടെ ചെല്ലുന്നത്. യേശാവിന് ഇസ്ഹാക്ക് സകല അനുഗ്രഹവും കൊടുക്കും. ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, യേശാവിനെ ദൈവം ദേഷിക്കുന്നു. യേശാവ് ദൈവത്തിൻ്റെ വഴിയിലല്ല നടക്കുന്നത്. യേശാവ് ദൈവികമായ വാഗ്ദത്തെ ബഹുമാനിക്കുന്നതല്ല. രണ്ടാമതൊരു പിതാവ് ഒരിക്കലും തൻ്റെ എല്ലാ അനുഗ്രഹവും ഒരു മകന് കൊടുക്കുവാൻ പാടില്ല. രണ്ടാമത്തെ മകനും ചില അനുഗ്രഹങ്ങൾ ബാക്കി വെച്ചേക്കേണ്ടതാണ്. എന്നാൽ ഇസ്ഹാക്ക് അങ്ങനെ ചെയ്തില്ല. ഈ സംഭവത്തിന് അറിഞ്ഞതിന് ശേഷം യേശാവ് പറഞ്ഞൊരു വാചകമുണ്ട്. ഉൽപ്പത്തി 22:41. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ യാക്കോബിനെ കൊല്ലും. ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. നമുക്ക് പിന്നീട് ഇത് ആവശ്യമുണ്ട്. യാക്കോബിൻ്റെ മനസ്സിൽ ഇത് മായാതെ പിന്നെ അനേക വർഷങ്ങളോളം കിടക്കുകയാണ്. തൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയാൽ, തൻ്റെ ദേശത്തിലേക്ക് തിരികെ പോയാൽ, തൻ്റെ സഹോദരനായ യേശാവ് അവൻ വേട്ടക്കാരനാണ്, അവൻ എന്നെക്കാളും കായികമായി ബലമുള്ളവനാണ്, അവൻ എന്നെ കൊല്ലും. എന്നാൽ യേശാവ് ഇത് പറഞ്ഞത് റെബേക്ക മനസ്സിലായപ്പോൾ യാക്കോബിനെ റെബേക്കയുടെ സഹോദരനായ ലാബാൻ്റെ അടുക്കിലേക്ക്, ഹാരാനിലേക്ക് പറഞ്ഞു വിട്ടു. യാക്കോബ് ഹാരാനിലേക്ക് ഓടിപ്പോയി. റെബേക്ക പിന്നൊരിക്കലും യാക്കോബിനെ കണ്ടിട്ടേയില്ല. യാക്കോബിനൊരിക്കലും ജീവനോട് റെബേക്കയെ, അവൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ റെബേക്ക എത്ര തന്ത്രപൂർവ്വമാണ് താൻ ആഗ്രഹിച്ചത് നേടിയെടുത്തത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. യേശാവ് യാക്കോബിനെ സേവിക്കുമെന്ന് ദൈവം അരുളിച്ചത് റെബേക്കയോടാണ്. റെബേക്ക് അത് വിശ്വസിക്കാമായിരുന്നു, അത് കാത്തിരിക്കാമായിരുന്നു, അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ തന്ത്രപൂർവ്വം താൻ ആഗ്രഹിച്ച് നേടിയെടുക്കുവാൻ തന്നെ റെബേക്ക തീരുമാനിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ഇസ്ഹാക്ക് അവഗണിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാടിന് വലിയ ഗൗരവം റെബേക്കയും കൊടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടിൽ തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുണ്ടെങ്കിലും അത് തന്ത്രങ്ങളിലൂടെ നേടിയെടുക്കുന്നത്, റെബേക്ക ഉപയോഗിച്ച തന്ത്രങ്ങളിലൂടെ നേടിയെടുക്കുന്നത് അത് ശരിയായ മാർഗമല്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിവർത്തിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം റെബേക്കയ്ക്കുള്ളതല്ല, അത് ദൈവത്തിന് ഉള്ളതാണ്. ഇത് പറഞ്ഞാൽ അവരുടെ കുടുംബം അടുത്ത ഇഴകൾ ഉള്ള ഒരു കുടുംബം ആയിരുന്നില്ല. അവരുടെ ഇടയിൽ ബന്ധങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. യേശാവും യാക്കോബും തമ്മിൽ അധികം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ചുരുക്കം ചില വാചകങ്ങൾ മാത്രമേ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അവർ തമ്മിൽ അധികം ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശാവും റെബേക്കയും തമ്മിൽ ആശയവിനിമയം നടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നതേയില്ല. യാക്കോബ് യേശാവിൻ്റെ രൂപത്തിലാണ് പിതാവിനോട് സംസാരിക്കുന്നത്. യാക്കോബ് യാക്കോബായി തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല.
റബേക്കയും ഇസഹാക്കും തമ്മിൽ ഊഷ്മളമായ ഒരു സംഭാഷണം അത് വേദപുസ്തകത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും അവരുടേതായ തുരുത്തുകളിൽ ജീവിച്ചു, അവരുടേതായ രീതികളിൽ അവർ ജീവിച്ചു. വളരെ അസാധാരണമായ ഒരു കുടുംബമാണ് യാക്കോബിൻ്റെ കുടുംബം. എന്നാൽ ഇസഹാക്ക് ആദ്യജാതനായ ഏശാവിനെയാണ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചത്. ഇസഹാക്ക് വിശ്വസിച്ചതും ആദ്യജാതനായ ഏശാവിനെ അനുഗ്രഹിക്കുന്നു എന്നാണ്. യാക്കോബിനാണ് അനുഗ്രഹം ലഭിച്ചത്. അനുഗ്രഹം ലഭിച്ചപ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ആ അനുഗ്രഹം ലഭിച്ചപ്പോൾ ദൈവം അബ്രഹാമും ഇസഹാക്കുമായി ചെയ്ത ഉടമ്പടി യാക്കോബ് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ യാക്കോബിൻ്റെ കയ്യിലേക്ക് ഇസഹാക്ക് ആ ഉടമ്പടി കൊടുക്കുക ആയിരുന്നില്ല എങ്കിൽ തന്നെയും, തന്ത്രപൂർവമാണെങ്കിൽ തന്നെയും യാക്കോബ് ചെന്നു ഇസഹാക്കിൻ്റെ കയ്യിൽ നിന്നും അബ്രഹാമും ഇസഹാക്കും ദൈവവും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ അവകാശം അവൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്തുടർച്ച, ദൈവിക ഉടമ്പടിയുടെ പിന്തുടർച്ച യാക്കോബ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ദൈവം അവനെ കൈവിട്ടില്ല. അവനൊരു ആത്മീയമായ ദാഹമുണ്ടായിരുന്നു. അവന് ദൈവികമായ ഉടമ്പടിയോട് ഒരു ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ദൈവിക ഉടമ്പടി അവനേറെ ബഹുമാനിച്ചു. ദൈവവും അതുകൊണ്ട് യാക്കോബിനെ കൈവിട്ടില്ല. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.